ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനവും ഹിരോഷിമ ദിനാചരണവും നടന്നു. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. ക്ലബിന്റെ ഉദ്ഘാടനത്തിനോടൊപ്പം ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കലിനും യുദ്ധവിരുദ്ധ സന്ദേശം നൽകുന്നതിനുമായി ഹിരോഷിമ ദിനാചരണവും സംഘടിപ്പിച്ചു. ശ്രീ പത്മനാഭം ഹാളിൽ നടന്ന ഉദ്ഘാടന സഭ സ്കൂൾ പ്രധാനാധ്യാപിക രാധിക ബാലചന്ദ്രന്റെ അധ്യക്ഷതയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വ്യക്തി വികാസത്തിന് ഓരോരുത്തരും വളർന്നു വരുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ സാമൂഹ്യ ബോധം നിങ്ങൾ നിലനിർത്തണം. നിങ്ങൾ മറ്റുള്ള ആളുകളെ കുറിച്ച് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ലി എഴുതുന്നു, രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നു, സ്കൂളിൽ വരുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഓരോ ക്ലാസ്സിൽ 39, 33. ഈ ക്ലാസ്സിലെ എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് അറിയാം? അപ്പൊ അത് ഇല്ല. അപ്പൊ അത്രയും പേര് എങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരാരൊക്കെയാണ്, അവർ വരുന്ന ചുറ്റുപാടുകൾ എന്താണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്. നമ്മുടെ പ്രശ്നം നമ്മൾ അവരോട് പറയില്ലേ? അവരോട് പറയുമ്പോൾ എന്ത് ചെയ്യും? അവരതിനുള്ള പരിഹാരം നമുക്ക് പറയും. ഇന്ന പ്രശ്നങ്ങൾ, ഞാൻ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ എന്ത് വേണം? നിങ്ങൾ എന്തായാലും നടത്തണം. ഇനി സോഷ്യൽ സയൻസ് ക്ലബിന്റെ എന്തൊക്കെ ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് മുൻമാസം ചോദിച്ചിട്ടുള്ള എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ നിർബന്ധമായി പത്രം വായിക്കും. ഞാൻ തൊട്ടടുത്ത ഒരു കോളേജിലെ അധ്യാപകനാണ്. നിങ്ങളെക്കാളൊക്കെ മുതിർന്ന പ്രായം ചെന്ന വിദ്യാർത്ഥികളാണ് അവിടെ ഉള്ളത്. സത്യം പറയല്ല, അവരൊന്നും പത്രം വായിക്കാറില്ല. അധ്യാപകരായ വന്ദന, ഷീല, രേഷ്മ ദേവദാസ്, അബ്ദുൾ മുനീർ, ശരണ്യ, സ്റ്റാഫ് സെക്രട്ടറി മനു പ്രസാദ്, സോണി തുടങ്ങിയവർ സംസാരിച്ചു.